എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും കൃത്യമായിട്ടുള്ളൊരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ചേട്ടാ, ഈ നിങ്ങളൊക്കെ നാട്ടുകാർ തന്നെയാണല്ലോ? ഞാനീ അറിഞ്ഞിട്ട് 6 മണിക്ക് നടത്താണ്. ഒന്നും അറിയില്ല. ഞാനിവിടെ തന്നെ കുടുംബമായിട്ട് അറിയാം. ഞങ്ങളുടെ ഇടവക്കാര്, എന്റെ അമ്മ, ഞാനൊക്കെ ഒരു പേഷ്യന്റാ. അല്ലാണ്ട് വേറെ ഞാനപ്പോ ഇങ്ങനെ പറഞ്ഞ് പറക്കുളത്തെന്ന് പറഞ്ഞു എന്റെ 2 ജാതിക്കായ കഴിച്ചുകൊണ്ടു. ഞാൻ അമ്മയല്ല, അമ്മയ്ക്ക് എനിക്കും മരുന്നുണ്ട്. ഞാനും കാർഡിയോളജിസ്റ്റ്, അമ്മയും കാർഡിയോളജിസ്റ്റ്. ബിനീഷും കുടുംബമായിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല, ഡീറ്റെയിൽസ് അറിയില്ല. അപ്പോ ഇതായിരുന്നു നമ്മുടെ ദൃക്സാക്ഷി, അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടത്. ചേട്ടാ, ബിനീഷും കുടുംബമായിട്ടൊക്കെ നിങ്ങൾ നല്ല എപ്പോഴും കാണുന്ന ബിനീഷും കുടുംബത്തിൽ ഞാൻ ഇന്നലെ രാവിലെ ഞാൻ പോകുമ്പോ ഇവരൊരു 7:30 മണിയോടുകൂടി സ്കൂളിൽ ബസ് വന്ന് കയറ്റി വിടുന്ന ഞാൻ കണ്ടപ്പോ കുട്ടിക്കൊക്കെ നല്ല ടാറ്റ കൊടുത്ത് വലിയ ഒരു ഹാപ്പി ആയിരുന്നു അവര്. ആ കാണുന്ന സമയത്ത് അവര് രണ്ടുപേരും ഉണ്ടാവുന്നു. 2 കുട്ടികൾ ബസ്സിൽ കയറ്റി ഇവിടെ ഒന്ന് ബസ് നിർത്തണേ. അങ്ങനെ പങ്കാളിക്ക് പോകുന്ന സമയത്ത് നിലവിൽ അപ്പൊ വേറെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് നമുക്ക്. അമ്മ ഇപ്പോൾ എവിടെയാണ്? അമ്മ ഇപ്പം ഇവിടെ തൊട്ടടുത്ത് ഒരു നൈബറുടെ വീട്ടിലേക്ക് ആക്കിയിട്ടുണ്ട്. അമ്മ താഴെയായിരുന്നു എന്നാണ് പറഞ്ഞത്. തീ പിടിക്കുമ്പോൾ അമ്മ താഴെയായിരുന്നു. പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോഴാണ് മോളിൽ ഇങ്ങനത്തെ ഒരു ഇത് കേട്ടിട്ട് പോയി ചെന്ന് നോക്കിയിട്ട് തൊട്ടടുത്ത് ഇവിടെ ഒരു ഒറീസക്കാരൻ പയ്യനുണ്ട്, അവനോട് പറഞ്ഞത്. ഞാൻ വരുന്ന സമയം മൊത്തം തീ ആളിപ്പടർന്നിരുന്നു മോൾ ഭാഗം. അതിനുശേഷം ഞാൻ നൈബറെ വിളിച്ച് നൈബർ മോളിൽ കയറി ആ ഡോറ് തുറന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ ഒന്നും ചെയ്യാൻ ഡോർ തുറക്കാൻ പറ്റുന്നില്ലായിരുന്നു. തീയും ഭയങ്കര. പിന്നീട് ഫയർഫോഴ്സ് ഓഫീസിൽ പോയി ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് വന്നിട്ടാണ് തീ കെടുത്തിയത്. അപ്പൊ അമ്മയെ അപ്പോഴേക്കും നമ്മൾ ഇത് ആരെങ്കിലും നമുക്ക് എത്ര റിസ്ക് എടുത്തിട്ടായാലും രക്ഷപ്പെടുത്താൻ കഴിയുമെങ്കിൽ നമ്മളിപ്പോൾ പൊതുപ്രവർത്തനം കൂടിയാണ്. അതുകൊണ്ട് ഒരു ജീവനെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണെങ്കിൽ നമ്മൾ രക്ഷപ്പെടുത്തുമായിരുന്നു. പക്ഷെ സമയം ഫയർഫോഴ്സിനെ പോയി വിളിച്ചു. അതെ, തീ പിടിച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് തീ പിടിച്ചിരിക്കുന്നത് വളരെ സമയങ്ങൾക്ക് മുന്നാണ്. കാരണം അത്രയും തീ അതിന്റെ അകത്ത് ആളിപ്പടരണമെങ്കിൽ കുറച്ച് സമയം മുന്നേ തീ പിടിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറിന് മുന്നെങ്കിലും തീ പിടിച്ചിട്ടുണ്ടാവാം എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അശ്വതി, നാട്ടുകാർ അവരുടെ കഴിവിന് അത്യധികം പരിശ്രമിച്ചു ഇവരെ ഏത് വിധേനയും രക്ഷിക്കാൻ.